ഈ ഇൻഡിഗോ വിമാനം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ രാജ്യത്ത് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടോ? അതോ ആ വിമാന കമ്പനി തന്നെ ഒരു പൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും? ഏതാണ്ട് ഇപ്പം അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇൻഡിഗോ എയർലൈൻസ് ഇന്ത്യയിൽ തകരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് നമുക്ക് ആദ്യമായിട്ട് കാണാൻ. കാരണം ഇന്ന് വരെ ഏതാണ്ട് 5000-ഓളം ഫ്ലൈറ്റുകൾ, ഇൻഡിഗോയുടെ ഫ്ലൈറ്റുകൾ റദ്ദ് ചെയ്യപ്പെട്ടു, ക്യാൻസൽ ചെയ്തു. കഴിഞ്ഞ 3-4 ദിവസം, പ്രത്യേകിച്ചും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ ഇന്ത്യയിലുണ്ടായിരുന്ന സമയത്ത് ആ 2 ദിവസങ്ങളിലും ഇന്ത്യയിലെ എയർപോർട്ടുകളിൽ വലിയ പ്രതിസന്ധിയായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആകാശത്തിനെ ഭരിക്കുന്നത് ഇൻഡിഗോ എയർലൈൻസാണ്. അതായത് മൊത്തം ആഭ്യന്തര അന്തർദേശീയ സർവീസുകളുടെ 65% ഹോൾഡ് ചെയ്യുന്നത് ഇൻഡിഗോ എയർലൈൻസാണ്. മറ്റ് എയർലൈൻസുകളൊക്കെ എതിരെ മറ്റെല്ലാ എയർലൈൻസും ചേർന്ന് 30%, ഇവർ 65%. എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള മോണോപ്പൊളിയാണ്. ഇന്ത്യൻ ആകാശത്ത് ഇൻഡിഗോ എയർലൈൻസുള്ള ഒരു മോണോപ്പൊളിയാണ്. ആ മോണോപ്പൊളി ഉപയോഗപ്പെടുത്തി കേന്ദ്ര സർക്കാരിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട് ഇൻഡിഗോ എയർലൈൻസ് ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകളും ആരോപണങ്ങളും. വിശദാന്വേഷണത്തിന് ശേഷം കാര്യങ്ങൾ പുറത്തു വരും. എന്നിരുന്നാലും പ്രാഥമികമായിട്ട് അങ്ങനെ ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇതിനാധാരമായ കാരണം എന്ന് പറയുന്നത് DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, DGCA ഈ പുതിയ FDTL നയങ്ങൾ കൊണ്ടുവന്നു. അതായത് ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ എന്ന് പറയുന്ന പുതിയ ഒരു ക്രമീകരണം എയർലൈൻസിൻ്റെ രംഗത്ത് കൊണ്ടുവന്നു. അതായത് പൈലറ്റുമാരുടെയും അതുപോലെ തന്നെ ക്രൂ മെമ്പേഴ്സിൻ്റെയും ഡ്യൂട്ടി ടൈം ക്രമീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമപരിഷ്കാരമാണ്. ഇത് 2024 കേന്ദ്ര സർക്കാർ തുടങ്ങിയതാണ്. 2024 ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി ഇത് നടപ്പിൽ വരുത്തുകയും 2 ഘട്ടമായിട്ട് ഇത് പൂർത്തിയാക്കണമെന്ന് എയർലൈൻസുകൾക്കെല്ലാം കേന്ദ്ര സർക്കാർ വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. ആദ്യം കൊടുത്തിരുന്നത് 2024 ജൂലൈയിലും അതിനുശേഷം ഈ വർഷം നവംബറിലുമായിട്ട് 2 ഘട്ടങ്ങളായിട്ട് നിങ്ങളിത് പാലിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ FDTL ഈ എയർലൈൻസ് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ 36 മണിക്കൂറായിരുന്നു ഒരു പൈലറ്റിനുള്ള ഒരു ആഴ്ചയിലുള്ള റെസ്റ്റ്, അദ്ദേഹത്തിന് വിശ്രമം എന്ന് പറയുന്നത് 36 മണിക്കൂറാണ്. ആ 36 മണിക്കൂർ 48 മണിക്കൂറാക്കി ഉയർത്തണമെന്നാണ് പുതിയ നിയമം പറയുന്നത്. 36 പോരാ, 48 മണിക്കൂറാക്കി ഉയർത്തണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 12 മണിക്കൂറിൻ്റെ ഡിഫറൻസ് അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 12 മണിക്കൂർ കുറയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? പൈലറ്റുമാരുടെ എണ്ണത്തിൽ അതൊരു വിഷയമാകും. നേരത്തെ 10 പൈലറ്റ് വെച്ച് ഓടിക്കൊണ്ടിരുന്നവർക്ക് ഈ നിയമം വരുമ്പോൾ പറ്റില്ല. ആ സ്ഥാനത്ത് ഒരു 16 പൈലറ്റിൻ്റെ ആവശ്യം വരും. അതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഈ എക്സ്ട്രാ 6 പൈലറ്റ് നമ്മുടെ കയ്യിലില്ല എങ്കിൽ സർവീസുകൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും മുടങ്ങും. ഇതാണ് ഇന്ത്യയെ ബാധിച്ചൊരു പ്രശ്നം എന്ന് പറയുന്നത്. അവരുടെ ആവശ്യത്തിന് എന്തില്ല? പൈലറ്റുമാരില്ല, എന്നാൽ നിയമം പാലിക്കുകയും വേണം. അപ്പോൾ വേണ്ടതെന്താ? റിക്രൂട്ട്മെൻറ്റാണ് നടത്തേണ്ടത്. പുതിയ പൈലറ്റുമാരെയും ക്രൂ മെമ്പേഴ്സിൻ്റെയും എന്ത് ചെയ്യണം? കൂടുതൽ ഉൾക്കൊള്ളിക്കണമായിരുന്നു. അത് ഇൻഡിഗോ ചെയ്തില്ല. ഇത്രയും, അതായത് ഏതാണ്ട് ഒരു 9 മാസം സമയം കിട്ടിയിട്ട് പോലും അതവർ ചെയ്യുന്നതിന് പകരം ഈ ഉള്ളവരെ വെച്ചിട്ട് ഒരു ക്രമീകരണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതാണ് ഡിസംബർ ആദ്യ ആഴ്ചയിൽ തന്നെ ഏതാണ്ട് 400 ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തു. അടുത്ത ദിവസങ്ങളിൽ 800-ആയി, 1000-ആയി. അങ്ങനെ ഈ കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് 5000 ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എയർലൈൻസ് വരേണ്ടി വന്നു. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്ന ജനങ്ങളാണ്. കാര്യം 10,000-കണക്കിന് ആളുകളുടെ അവരുടെ പലവിധ ആവശ്യങ്ങളും നടക്കാതെ പോയി. പിന്നെ എയർപോർട്ടുകളിൽ വലിയ പ്രശ്നങ്ങളായി, ചീത്തവിളിയായി, ബഹളായി, തമ്മിത്തല്ലായി, പ്രശ്നങ്ങളായി. ഇവരുടെ ബാഗേജ് പലരുടെയും നഷ്ടപ്പെട്ട, അതുപോലെ മൂവ് ചെയ്യുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ എയർലൈൻസ് കാണിച്ച വേറൊരു മണ്ടത്തനമുണ്ട്. അതാ വൃത്തികേടാണെന്ന് പറയേണ്ടി വരും. ഈ ക്യാൻസൽ ചെയ്യുമ്പോൾ അവർ പുതിയ ബുക്കിംഗ് എടുത്തുകൊണ്ടിരുന്നതാണ് വാസ്തവം. ഇപ്പോൾ ഒരു ദിവസം 400 ഷെഡ്യൂൾ അവർ ക്യാൻസൽ ചെയ്തു. എന്നാൽ എന്ത് ചെയ്യണം? ബുക്കിംഗ് എടുക്കരുത്, പുതിയ ബുക്കിംഗ്. പക്ഷേ അവർ പുതിയ ബുക്കിംഗ് എടുത്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഇൻഡിഗോ എയർലൈൻസിൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റ് ചെയ്ത ഒരു തരികിട പരിപാടിയാണ്. ഈ താഴെയുള്ള ക്രൂ മെമ്പേഴ്സിനോ ഗ്രൗണ്ട് സ്റ്റാഫിനോ എന്താണ് സംഭവിക്കുന്നത് അവർക്കറിയില്ല. അവർ റെഡിയാണ്. പൈലറ്റുമാരുടെ സംഘടന ഇന്നലെ പറഞ്ഞു വെച്ചാൽ അവർ റെഡിയായിരുന്നു, ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ ചില അവസരങ്ങളിൽ വിമാനം ലഭ്യമല്ലായിരുന്നു. ഇല്ലെങ്കിൽ മേളിൽ നിന്ന് അവർക്ക് ഈ റോസ്റ്റർ ലൈൻ കിട്ടിയില്ല, അതായത് വാർത്താനുള്ള വിവരങ്ങൾ കേൾക്കുന്ന റോസ്റ്റർ ലൈൻ കിട്ടിയില്ല എന്നാണ് അവരുടെ പരാതി.
അപ്പോൾ ഇത് ബോധപൂർവം ഇൻഡിഗോ എയർലൈൻസിൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റ് ബോധപൂർവം ഈ പ്രശ്നം സൃഷ്ടിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടല്ല അവർക്കുള്ള ഗുണം എന്താ? സർക്കാരിൻ്റെ മേലെ സമ്മർദ്ദം ചെലുത്തുക. വലിയൊരു പ്രശ്നമൊക്കെ നാട്ടിൽ മൊത്തം ഉണ്ടാകുമ്പോഴേ നമ്മൾ തിരുവനന്തപുരം പിന്നെ എയർപോർട്ടിൽ അടക്കം പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കുമ്പോൾ സർക്കാർ എന്ത് ചെയ്യും? ഇവരുടെ സമ്മർദ്ദത്തിന് വഴിപ്പെടും. അങ്ങനെ FDTA നിയമങ്ങളിൽ എന്ത് ചെയ്യും? വീണ്ടും കുറേ സമയം നീട്ടിക്കൊടുക്കും. ഇല്ല എങ്കിൽ അതിന് വെള്ളം ചേർത്ത് ലഘൂകരിക്കും, ഇവർക്ക് വേണ്ടി ലഘൂകരിച്ചു കൊടുക്കും എന്നുള്ള ഒരു പിന്നെ ചിന്തയുടെ ഭാഗമായിരിക്കാം ഇൻഡിഗോ എയർലൈൻസ് അങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ചെയ്തതെങ്കിൽ നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് ഭാരതത്തിൽ വന്നപ്പോൾ ഒരു പിന്നെ പത്രസമ്മേളനം അദ്ദേഹം പറഞ്ഞിരുന്നു, പിന്നെ നരേന്ദ്രമോദി എങ്ങനെയാണെന്ന് വിലയിരുത്തുന്നു ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്, പ്രലോഭനങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ തന്നെ ഭീഷണിയും സമ്മർദ്ദവും കൊണ്ടും നമ്മുടെ വരുതിക്ക് വരുത്താൻ പറ്റുന്ന നേതാവാണ് നരേന്ദ്രമോദി എന്നാണ് പുതിൻ പറഞ്ഞത്. അത് വാസ്തവമാണ് എങ്കിൽ ഈ ഇൻഡിഗോ എയർലൈൻസിനെ പറ്റിയത് ആനമണ്ടത്തനമാണ്. കാരണം ഈ ഇത്തരം സമ്മർദ്ദങ്ങളിൽ വഴങ്ങുന്ന ആളല്ല നരേന്ദ്രമോദി. അതിൻ്റെ സൂചന ഇന്നലെ തന്നെ വന്നു തുടങ്ങി. ഇവരുടെ 10% ഇവരുടെ ഷെഡ്യൂള് കേന്ദ്ര സർക്കാർ കട്ട് ചെയ്തു. ഇൻഡിഗോ എയർലൈൻസ് 10%. അതായത് നിലവിൽ അവർ 2300 ഷെഡ്യൂളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ദിവസം. ആ 2300-ൽ 10 കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ 23 അവരുടെ റൂട്ടുകൾ നഷ്ടപ്പെട്ടു. പിന്നെ റദ്ദ് ചെയ്ത റൂട്ടുകളെല്ലാം തന്നെ ഹൈ ഡിമാൻഡുള്ള റൂട്ടുകളാണ്. അപ്പോൾ ഇവർക്ക് വൻ തിരിച്ചടിയാണ് കിട്ടിയത്. സംശയമില്ലല്ലോ, വൻ തിരിച്ചടിയാണ്. ഹൈ ഡിമാൻഡുള്ള റൂട്ടുകളാണ് 23 കട്ട് ചെയ്തത്. ഇനി അന്വേഷണം 15 ദിവസത്തിനകത്ത് ഇവരോട് മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എയർലൈൻസിനോട്. കഴിഞ്ഞ ദിവസം വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു പറഞ്ഞത് ഒരു ഒറ്റ എണ്ണത്തിന് വെറുതെ വിടില്ല എന്നാണ്. കാരണം ഇത് നമുക്ക് പ്രാഥമികമായി ചെയ്താണ് 10% വെട്ടി കുറച്ചത്. ഇനി മറ്റു വിവരങ്ങൾ വരുമ്പോൾ എയർലൈൻസിൻ്റെ മറുപടി, മറ്റ് അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചത്, ഇതെല്ലാം വരുന്ന സമയത്ത് വലിയ തോതിലുള്ള നടപടി ഇൻഡിഗോയ്ക്ക് നേരെ ഉണ്ടാവും. മാത്രമല്ല സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ഇന്നലെ പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പുതിയ 5 എയർലൈൻസ് ഇന്ത്യൻ ആകാശത്ത് വരാൻ പോകുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ 2 എയർലൈൻസിൻ്റെ ഏതാണ്ട് നടപടികളൊക്കെ പൂർത്തിയായി. വലിയ താമസമില്ലാതെ അവരെന്ത് ചെയ്യും? അവരുടെ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ആരംഭിക്കും. അപ്പോൾ നോക്കൂ, 65% പിന്നെ ഇന്ത്യൻ ആകാശത്ത് ആധിപത്യം ഉണ്ടായിരുന്ന ഒരു എയർലൈൻ കയ്യിരിപ്പ് കൊണ്ട് മാത്രം തകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഈ എയർലൈൻ പൂട്ടുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഹൈ ഡിമാൻഡ് റൂട്ടുകളെല്ലാം ഇന്ത്യക്ക് കട്ട് ചെയ്യും കേന്ദ്ര സർക്കാർ. മാത്രമല്ല ഈ 5000 പിന്നെ ഇത് ക്യാൻസൽ ചെയ്തല്ലോ, അതിൽ അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 10,000 ആളുകളുണ്ട്. അവർക്ക് റീഫണ്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട്. കേന്ദ്ര സർക്കാർ അത് പ്രഖ്യാപിക്കും. എത്രയാണ് നഷ്ടപരിഹാരം DGC ആയിട്ട് ആലോചിച്ചിട്ട് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കും. അപ്പം വൻ തുക ഈ ഇൻഡിഗോ എയർലൈൻസ് ഈ യാത്രക്കാർക്കും മറ്റു സമയങ്ങളിൽ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് അവരെ കാത്തിരിക്കുന്നത്. ഇനി ഇൻഡിഗോ CEO-യെ അതുപോലെ തന്നെ എന്ത് ചെയ്യും, നടപടിയെടുക്കുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ വല്ലാതെ ഈ ഇൻഡിഗോ എയർലൈൻസിനെ കേന്ദ്ര സർക്കാർ പൂട്ടുന്ന ഒരു ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത്. മാത്രമല്ല തിരുവനന്തപുരം അടക്കമുള്ള 10 എയർപോർട്ടുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ലെവലിലുള്ള ഉദ്യോഗസ്ഥരെ ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ട് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഈ ഡൊമസ്റ്റിക് ട്രാവലേഴ്സ് ഉള്ള ഈ 10 പിന്നെ എയർപോർട്ടുകളെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവരുടെ റിപ്പോർട്ടും കൂടി കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ ചെല്ലണം. അതോടുകൂടി ഇൻഡിഗോ എയർലൈൻസിന് നിലവിൽ ഇന്ത്യൻ ആകാശത്തുണ്ടായിരുന്ന അപ്രമാദിത്വം അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് മുന്നിൽ കാണുന്നത്. അത് സ്വയം വരുത്തി വെച്ച വിന എന്ന് മാത്രമേ നമുക്ക് തന്നെ പറയാൻ കഴിയൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.